Debate with Dr. Arun Kumar. അന്ന് അയോധ്യ, ഇന്നലെകളിൽ വാരണാസിയിലെ ഗ്യാൻബാബി, ഇന്ന് സംഭൽ, നാളെ അജ്മീർ ദർഗ. കാശി മഥുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യത്തിന് കൂടുതൽ കരുത്തേറുമോ? സംഭൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്ക് കാരണമായത് ഒരു സിവിൽ ജഡ്ജിയുടെ വിധിയാണ്. 5 ജീവനാണ് സംഭലിൽ പൊലിഞ്ഞത്. നാളെ പ്രതിപക്ഷ നേതാവ് സംഭലിലേക്ക് തിരിക്കും, പക്ഷേ പ്രവേശനം അനുവദിക്കില്ല എന്നുറപ്പാണ്. 1991 ആരാധനാ ഇടങ്ങൾ സ്വാതന്ത്ര്യദിനത്തിന്റെ അതേ നില തുടരണമെന്ന് നിഷ്കർഷിക്കുന്ന ദ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടിനെ നോക്കുകുത്തിയാക്കി ജുഡീഷ്യറി ഉപയോഗപ്പെടുത്തിയുള്ള നീക്കം ആശാസ്യമാണോ? പൊളിച്ച് ഇത് എങ്ങോട്ടാണ്? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി പ്രകാശ് മാസ്റ്റർ ഉണ്ട്, ഒപ്പം BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസും നമുക്കൊപ്പം ചേരുന്നു. രണ്ട് അതിഥികൾക്കും സ്വാഗതം. ആദ്യം ഞാൻ പ്രകാശ് മാസ്റ്ററിലേക്ക്. പ്രകാശ് മാസ്റ്റർ, ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു. ഒരു അന്തിമ തീരുമാനം വരുന്നതുവരെ അവിടെ സർവേ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു. സംഘപരിവാറിൻ്റെ വാദം എന്ന് പറയുന്നത് ഇത് 1527 മുതൽ 29 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടെയുണ്ടായിരുന്നൊരു ഹരിഹർ മന്ദിർ പൊളിച്ചാണ് ഈ ക്ഷേത്രം മുഗൾ ചക്രവർത്തി പണിതിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ഷേത്രം ഞങ്ങൾക്ക് തിരിച്ചു വേണം. ASIയുടെ നിബന്ധനകൾ പോലും പാലിക്കാതെ പള്ളി കമ്മിറ്റി അതിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്തുന്നു എന്നതാണ് ഇവരുടെ ആക്ഷേപം. യഥാർത്ഥത്തിൽ ഇത് കാശി മധുര ബാക്കി ഹേ എന്നതിന് തുടർച്ചയാണെന്ന് CPM പറയുമ്പോഴും അത് സംഘപരിവാർ ഉയർത്തുന്നത് ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത് പ്രകാശ് മാസ്റ്റർ? ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ഏതാണ്ട് 10.5 വർഷക്കാലമായി നമ്മുടെ രാജ്യം ഒരു വലിയ ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് തീരുമാനിച്ച് ഉയർന്നു വന്നിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിർഭാഗ്യവശാൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടി എല്ലാ ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ് എന്നുള്ളത് സാമാന്യഗതിയിൽ ആരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ കുഴപ്പങ്ങളും കലാപങ്ങളും ഇല്ലാതിരിക്കുക എന്നുള്ളതിനാണ് ഭരിക്കുന്ന പാർട്ടി എല്ലാ സമയത്തും മുൻകൈ എടുക്കേണ്ടത്. പക്ഷേ എന്താണ് നിർഭാഗ്യവശാൽ BJP RSS ശക്തികൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അയോധ്യയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ്. തുടർച്ചയായിട്ട് നിരവധി നേരത്തെ ഉണ്ടായിരുന്ന പള്ളികൾ അവയെല്ലാം നേരത്തെ പൊളിച്ച് പള്ളികൾ പൊളിച്ചിട്ട് അത് ക്ഷേത്രങ്ങളാക്കി മാറ്റിയതാണ് എന്ന നിലക്കുള്ള വലിയ നിലക്കുള്ള പ്രചാരവേലയാണ് RSS സംഘപരിവാര ശക്തികൾ ആ ഇനത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഒന്ന് മാത്രമാണ്. അല്ല, ഇന്ത്യ രാജ്യത്ത് ഒരു നിയമമുണ്ടല്ലോ. 1991 നിയമത്തിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് 1991. അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് പിറകിൽ ഓരോ സ്ഥലത്തും ഒന്നുണ്ടായിരുന്നെന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ മനുഷ്യവാസം പോലും ഇല്ലാത്ത ഒരു കാലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയല്ലോ. നമുക്കെല്ലാം ഈ മാനവ സമൂഹത്തിൻ്റെ ചരിത്രം അറിയുമ്പോൾ എത്രയെത്ര ഘട്ടങ്ങളിലൂടെയാണ് മാനവരാശി കടന്നു വന്നിട്ടുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി കഴിയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ 47 ആഗസ്റ്റ് 15 ഉണ്ടായിരുന്ന ഒരു നില എല്ലാ ആരാധനാലയങ്ങളെ സംബന്ധിച്ചും സൂക്ഷിക്കാൻ കഴിയണം എന്ന കാര്യത്തെ ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നിയമപരമായിട്ട് സാധിക്കുക? ഇവിടെ ലോവർ കോർട്ടുകളാണ് ഈ ഞാൻ ഒരു പ്രതികരണം എടുത്തുകൂടി വരാം. BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം 1947 ഓഗസ്റ്റ് 15 എങ്ങനെയായിരുന്നോ നമ്മുടെ ആരാധനാലയങ്ങൾ അതേ നില തുടരണമെന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കെ ഈ പള്ളികൾ കുഴിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടർ അരുൺ പരിശോധിക്കാനാണല്ലോ ബഹുമാനപ്പെട്ട കോടതി അതിന്റെ നിയമവശവും അതിന്റെ മറ്റു വശങ്ങളുമെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയിൽ വന്നിട്ടുള്ള ഒരു അന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ, ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി അതിലൊരു കമ്മീഷന് വെച്ചു. ആ സ്ഥലത്തെ സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിന് വേണ്ടി ആ പരിശോധനയ്ക്ക് വേണ്ടി കമ്മീഷൻ ചെന്ന സമയത്താണ് താങ്കൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് അത് കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി അവരോട് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു.
അതുവരെ പുതിയ നടപടികളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? സ്വാഭാവികമായും ജുഡീഷ്യറിയുടെ ആർക്ക് ലക്ഷ്യം? BJP ലക്ഷ്യം എന്താണ്? സംഘപരിവാറിന്റെ ലക്ഷ്യം എന്താണ്? എന്ത് ലക്ഷ്യമുള്ളത്? അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? CPM എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇതിനകത്ത്? അല്ല, BJPക്ക് എന്താ ലക്ഷ്യം? BJPയുടെ നിലപാട് എന്താ ഇക്കാര്യത്തിൽ? എന്ത് ലക്ഷ്യം ഇതിനകത്ത്? ഇങ്ങനെ പരിശോധന നടത്തണമെന്നാണോ നടത്തേണ്ടതാണോ? BJPക്ക് ഒരു ലക്ഷ്യവും ഈ കാര്യത്തിൽ കാര്യത്തിനകത്തില്ല. BJPയെ സംബന്ധിച്ച് അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അത് വന്ന സമയത്ത് ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, ജില്ലാ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പരിശോധന നടക്കുന്നു. ആ പരിശോധനയ്ക്ക് കമ്മീഷന് സംരക്ഷണം നൽകേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. അതോടൊപ്പം തന്നെ അവിടെ നോക്കേണ്ടത് BJPയുടെ നിലപാടെന്താ ഈ വിഷയത്തിൽ? സംഭൽ, രാജസ്ഥാനിലെ അജ്മീർ ദർഗ, വാരണാസിയിലെ ഗ്യാൻവാബി, ഈ പള്ളികളിലെല്ലാം ക്ഷേത്രങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണോ നിങ്ങളുടെ നിലപാട്? അതല്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികളിൽ പല വിഷയങ്ങളിൽ, ഇത് മാത്രമല്ലല്ലോ, നിരവധി വിഷയങ്ങളിൽ കോടതികളിൽ നിരവധി ആളുകൾ ഹർജികളുമായി പോയിട്ടുണ്ട്. ചിലതെല്ലാം അത് നടക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ സാഹചര്യങ്ങൾ ഭയമാവുന്നുണ്ടോ? എന്ത് ഭയം? ഇവിടെ ആർക്കെന്തിനാ ഭയമുള്ളത്? ഈ രാജ്യത്ത് ആരെങ്കിലും ഭയപ്പെട്ടാണോ ജീവിക്കുന്നത്? ഒരാളെയും ഭയപ്പെട്ടല്ല ജീവിക്കുന്നത്. മറ്റൊരു ഉത്തർപ്രദേശിലെ ഇന്ന് സഹമന്ത്രി പറയുന്ന കേട്ടു, രാധേ രാധേ എന്ന് വിളിക്കാതെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന്. ഇത് ഉത്തർപ്രദേശിലെ BJPയുടെ ഒരു സഹമന്ത്രി പറയുന്നതാണ്. ആർക്കും വിളിക്കാമല്ലോ, എന്തും വിളിക്കാം. എത്രയോ അല്ലാത്ത കാര്യങ്ങൾ വിളിക്കുന്ന ആളുകളുണ്ട്. ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നില്ലേ? ഇന്നലെ അയോധ്യ, പിന്നെ ഗ്യാൻവാബി, ഇന്ദുപ്പദ, എവിടെയാ കുഴിക്കുന്നത്? അല്ല, എവിടെയാ കുഴിക്കുന്നത്? എന്തിനായി ഭയപ്പെടുത്തുന്ന ഇൻട്രൊഡക്ഷനും ഭയപ്പെടുത്തുന്ന വാചകങ്ങളും എല്ലാം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത്? അങ്ങും അത് ഏറ്റുപറയുന്നത് എന്തിനാണ്? എവിടെ ഭയപ്പെടുത്തുന്നത്? അവിടെ ഒരു കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഇതുവരെ സമാധാനത്തോടു കൂടി ആൾക്കാർ സംഭൽ ജില്ലയിൽ കഴിയുകയായിരുന്നില്ലേ? നമ്മൾ ആരെങ്കിലും സംഭൽ ജില്ലയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അടുത്ത കാലത്ത് ഇതേപോലെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവുന്നത്? ഇതേപോലെ ഒരു പരാതിയുമായിട്ട് പോകുന്നതിന്റെ മോട്ടീവ് എന്താണ്? ഞാൻ അരുണിനെ മറ്റൊരു സംഭവം ഓർമ്മിപ്പിക്കട്ടെ. 2 ആഴ്ച മുൻപാണ് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രക്തസാക്ഷികളുടെ ദിനാചരണം നടന്നത്. അതിനെ സംബന്ധിച്ച് പ്രകാശ് മാഷ്ടറുടെ അഭിപ്രായം എന്താണ്? അത് ഏതെങ്കിലും നടപടിയുടെ ഭാഗമായി ഉണ്ടായതാണോ? അപ്പോൾ 5 പേർ മരിച്ചു എന്ന് പറഞ്ഞ് അങ്ങ് അതിനെ വലിയ സംഭവമായി, ഇതൊരു വലിയ കലാപത്തിന് തുടക്കമാണ് എന്ന് പറഞ്ഞാൽ അത് അന്ന് CPM നടത്തിയത് കലാപത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയല്ലല്ലോ. വിഷയത്തിന്റെ പുറത്തുള്ള ഒരു സംഘർഷമായിരുന്നില്ലേ? അതുപോലെയാണോ വർഗീയത മുറ്റി നിൽക്കുന്ന ഒരു കേസിൽ പോലീസ് വെടിവെപ്പുണ്ടാവുന്നത്? ഇവിടെ ഒരു പള്ളിയിലെ ആരാധനാക്രമം പോലീസിന്റെ സംരക്ഷണയിൽ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ ഈ വിഷയത്തിലില്ലേ? എന്താണ് വാദം? ഹർജിക്കാരന്റെ വാദം എന്താ? 1529 ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രം മുഗൾ ചക്രവർത്തി പൊളിച്ചതാണെന്നും അതിനുശേഷം നിർമ്മിച്ചതാണെന്നും പരാതി വരുമ്പോ ഈ 1991 ആക്ട് എന്താ പറയുന്നത്? 1947 ശേഷം അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. അത് പ്രാഥമികമായി തള്ളേണ്ടതിന് പകരം അവിടെ ഒരു സിവിൽ ജഡ്ജി ഇരുന്ന് ഈ വർഗീയ താല്പര്യത്തോടു കൂടി വിധി പുറപ്പെടുവിക്കുകയാണ്. അവിടെ സർക്കാരിനടക്കം ഇടപെടാമല്ലോ, സർക്കാരിന് കൊടുക്കാമല്ലോ ഒരു അഫിഡവിറ്റ്. ഇത് എടുക്കാൻ കഴിയില്ല, ഈ കോടതിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് എന്താ? നമ്മുടെ കേരളത്തിൽ 610-ലധികം കുടുംബങ്ങൾ മുനമ്പത്ത് ഇതുപോലെ തന്നെയുള്ള അതേ വിഷയം നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ ഒരു കലാപം ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ കോടതി ഉത്തരവുകളില്ലേ? സർക്കാരിനോട് യോഗി ആദിത്യനാഥ് അല്ലേ? ഉത്തർപ്രദേശ് ഭരിക്കുന്നിടത്ത് കലാപം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കലാപം നടക്കില്ല. സുപ്രീം കോടതിയിൽ കലാപം ഉണ്ടാക്കാൻ കഴിയും. നോക്കൂ, അവിടെ ഈ ചില ടേപ്പുകളും ചില ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ആയുധങ്ങളുമായി നിങ്ങൾ ഈ പള്ളിയുടെ അടുത്തേക്ക് വരൂ എന്ന തരത്തിൽ മുദ്രാവാക്യങ്ങളും ഒക്കെ മുഴക്കിക്കൊണ്ട് ആളുകൾ ഈ സർവേ തടയാനെത്തി എന്നാണ് ദൃക്സാക്ഷികൾ ചിലർ പറഞ്ഞതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി ഈ വിഷയത്തിൽ BJPയുടെ ഹിഡൻ അജണ്ട പുറത്തു വരുന്നതിന് പകരം അതൊരു കലാപമാക്കി മാറ്റാൻ അവിടുത്തെ പ്രതിഷേധക്കാർ ശ്രമിച്ചോ എന്നൊരു ചോദ്യം കൂടിയാണ് BJP ചോദിക്കുന്നത്. പ്രകാശ് മാസ്റ്റർ,
ഇവിടെ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും മുരത്ത വർഗീയവാദിയായ ഭരണാധികാരി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇത്തരം ഹർജികൾ നൽകുന്നത്? അതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ഒന്നോ രണ്ടോ സ്ഥലത്തല്ല. രാജസ്ഥാനിലെ അജ്മീർ ഷരീഫ് ദർഗയിൽ ഇതേപോലെ കാര്യം നടക്കുകയാണ്. വാരാണസിയിലെ ഗ്യാൻ വ്യാപിയുടെ പറഞ്ഞു. മധുരയിലെ ഷാഹി ഈദ്ഗാഹിലെ അവിടെയും ഇതുപോലുള്ള പരാതി നിൽക്കുകയാണ്. കാശിയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പരാതി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഈ ഷാഹി ജുമാ മസ്ജിദ് സമ്പലിൽ. യഥാർത്ഥത്തിൽ മതഭ്രാന്തി ഉയർത്തിക്കൊണ്ട് അധികാര കസേര സംരക്ഷിക്കാനാവുക എന്ന് പറയുന്ന എത്ര വൃത്തികെട്ട നടപടിയാണ് ഇവിടെ BJP സ്വീകരിക്കുന്നത്. അത് കൃഷ്ണദാസിനെ പോലുള്ള ആളുകൾക്ക് എങ്ങനെ ന്യായീകരിക്കാനാവുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഏറെ ആളുകൾ, മനുഷ്യന്മാർ കൊല്ലപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് അദ്ദേഹത്തെ അറിയാത്ത കാര്യമല്ലല്ലോ. 10,000-കണക്കിന് ആളുകൾ ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് മതവർഗീയ കലാപത്തിലാണ്. ഇന്ത്യ വിഭജന കാലത്തും അതിനുശേഷമുള്ള ബാബരി പള്ളി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണല്ലോ ഇന്ത്യയിൽ 100-കണക്കിന് പേരുടെ ശവങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായത് മതവർഗീയതയുടെ പേരിൽ. ഇത് ഈശ്വരനെ പ്രീതിപ്പെടുത്താനാണോ? ഇത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യമാണോ? ഇത് മതത്തിൻ്റെ വിഷയമാണോ? അതൊന്നുമല്ല. അധികാര കസേരക്ക് ആശ്രയിക്കാനാവുക മതവിദ്വേഷമാണ് എന്നൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രവർത്തിക്കുന്നു. അവർ ആളുകളെ ഇങ്ങനെ ഇളക്കി വിടുകയാണ് മതഭ്രാന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ഹർജികൾ നൽകാൻ. ഇവിടെ ഒരു നിയമമുണ്ട്, ഇത്തരം ഹർജികൾ എടുക്കാൻ പാടില്ലല്ലോ. നിലവിലുള്ള നിയമം അനുസരിച്ച് ഇത്തരം ഹർജികൾ ഒരു കാരണവശാലും എടുക്കാൻ ഒരു കോടതിക്കും അധികാരമില്ല. എന്നാൽ ലോവർ കോർട്ടുകൾ ഇത്തരം ഹർജികൾ എടുക്കുകയാണ്. എന്നിവിടെ പരിശോധിക്കാൻ സർവേ തീരുമാനിക്കുകയാണ്. നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ പിൻബലത്തോടുകൂടി അവിടെ ബലം പ്രയോഗിച്ച് സർവേ നടത്തുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും അവിടെ വലിയ നല്ല കുഴപ്പങ്ങളുണ്ടായി എന്ന് പറഞ്ഞല്ലോ. ആ കുഴപ്പത്തിനിടയിലും സർവേ പൂർത്തീകരിച്ചു. ഒരു ഭാഗത്ത് ആളുകളെ കൊല്ലുന്നു, എന്നിട്ട് മറുഭാഗത്ത് സർവേ പൂർത്തീകരിക്കുന്നു. എന്തിനു വേണ്ടിയാ? ദൈവത്തെ രക്ഷിക്കാനാണോ? ക്ഷേത്രത്തെ രക്ഷിക്കാനാണോ? ഒന്നുമല്ലല്ലോ. ഇവിടെ അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട നിലപാട് സ്വീകരിച്ച് ഈ രാജ്യം എന്തായാലും പ്രശ്നമല്ല. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സമാധാനം തീരെ ഇല്ലാതായാലും സംഘപരിവാറിന്റെ പ്രശ്നമല്ല. അവർക്ക് എന്ത് വേണം? അധികാര കസേര വേണം. അധികാര കസേര വേണമെങ്കിൽ എന്തിനാണ് ഉദ്ദേശിപ്പിക്കേണ്ടത്? അവർ അയോധ്യയിലോട് മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞാലാണ്, അമ്പലത്തിൻ്റെ പേര് പറഞ്ഞാലാണ് വോട്ട് കിട്ടുക. അതുകൊണ്ട് അമ്പലത്തിൻ്റെ പേര് പറഞ്ഞ്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ വിരോധമുണ്ടാക്കി എങ്ങനെയാണ് അധികാര കസേര സ്വായത്തമാക്കാനാവുക എന്ന മിനിമം അജണ്ട ചില മതഭ്രാന്തന്മാരായിട്ടുള്ള കുട്ടിക്കുറക്കന്മാരെ കൊണ്ട് രാജ്യത്താകെ നടപ്പാക്കുകയാണ്. ഇത് എവിടേക്കാണ് ഈ നാടിൽ എത്തിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ആകെ തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് എത്തും. മതഭ്രാന്ത് കൊണ്ട് കൊടുമ്പിരിക്കൊള്ളുന്ന പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു നാടായിട്ട് ഈ നാട് മാറും. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസിന് മതനിരപേക്ഷത നല്ലപോലെ നിൽക്കുന്ന ഈ കേരളത്തിൽ നിന്ന് ഈ വാദം ഉന്നയിക്കാൻ വേണ്ടി കഴിയുന്നത്? അതിനു മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഏറ്റവും പ്രസക്തമായ ചോദ്യം, 1991 പ്ലേസസ് ഓഫ് റിലീജിയസ് വർഷിപ്പ് ആക്ട് നിലവിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു പുതിയ ഹർജി, അത് അയോധ്യ അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു ഹർജി നിലനിൽക്കുമോ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ജുഡീഷ്യറി ഉപയോഗിച്ച് ഈ നീക്കം നടത്തുന്നു സംഘപരിവാർ എന്നതാണ് ചോദ്യം. പൊളിച്ചത് എങ്ങോട്ട് എന്നാണ് ചോദ്യം. ഇന്നലെ അയോധ്യ, ഇന്നിനി ഗ്യാൻവാപിയും സംഭലും, നാളെ അജ്മീറിലെ ദർഗ. എം പ്രകാശൻ CPM പ്രതിനിധി, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് എന്നിവരാണ് നമുക്കൊപ്പം. കൃഷ്ണദാസ്, അജ്മീറിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, അജ്മീർ ദർഗയിൽ നമ്മുടെ നരേന്ദ്രമോദി പോയി പട്ടക്ക കൊടുത്തതാണ്. അവിടെ അജ്മീർ ദർഗയിൽ വാതിലിൽ ഓമും സ്വസ്തിക ചിഹ്നവും ഒക്കെ കണ്ടു എന്നാണ് അവിടെ ഹർജിക്കാരൻ്റെ ആവശ്യം. ആവശ്യം അതേപടി കോടതി അംഗീകരിക്കുകയാണ്, ഹർജി അംഗീകരിക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, 1991 റിലീജിയസ് പ്ലേസസ് വർഷിപ്പ് ആക്ട് നിലവിലിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ഹർജി കോടതിക്ക് സ്വീകരിക്കാൻ കഴിയുമോ? എന്നിട്ടും കോടതി ഇത് സ്വീകരിക്കുന്നു. സർക്കാർ ആ കോടതി ഉത്തരവിനെ അനുകൂലിക്കുന്നു. രണ്ടു പ്രധാനപ്പെട്ട ഓഫീസുകൾ ഈ രാജ്യത്തെ, ഒന്ന് ജുഡീഷ്യറി, മറ്റൊന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇത് രണ്ടും ഈ പറയുന്ന ഹർജിക്കാർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു. സംസ്ഥാന സർക്കാർ ആവട്ടെ ഈ കോടതിയിൽ വന്നിരിക്കുന്ന ഹർജിക്ക് അനുകൂലമായി അവിടെ സംരക്ഷണം നൽകിക്കൊണ്ട് സർവേ നടത്തുന്നു. ഇത് ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കില്ലേ, പ്രകോപിതമാക്കില്ലേ? നമ്മുടെ 91 നിയമത്തിന്റെ ലംഘനമല്ലേ കൃഷ്ണദാസ് ഇത്? അതങ്ങനെയല്ല അരുൺ. 91 നിയമത്തെ സംബന്ധിച്ച് പറയുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങേക്ക് തോന്നുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലിരിക്കുന്ന ഒരു സ്ഥലത്തെ സംബന്ധിച്ച്, സ്ഥാപനത്തെ സംബന്ധിച്ച് അതിന് ഏൻഷ്യൻ മോണുമെന്റ്സ് പ്രിസർവേഷൻ ആക്ട് 1904 ആണ് അതിനകത്ത് ആപ്ലിക്കബിൾ ആവുക. അതിന് വർഷിപ്പ് ആക്ടുമായിട്ട് അതിന് ബന്ധമില്ല. അതൊരു ഭാഗത്ത്, ഞാൻ അതിന്റെ നിയമവശത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് കോടതിയുടെ അത് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ വിഷയത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇടപെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ കോടതി ചോദ്യമാണ്. നമ്മളൊരു ആരാധനാലയം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു സ്വഭാവത്തിലുള്ളതാണെങ്കിൽ ആ ആരാധനാലയത്തിന്റെ ഭൂതകാല
കാലം ഇനി തേടി പോകേണ്ടതിന്റെ ആവശ്യം എന്താണ്? അതെന്താണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? അരുൺ തെറ്റിദ്ധരിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, അരുൺ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അവിടെ ആരാധനാലയത്തിൻ്റെ നിയമമല്ല ബാധകമായിട്ടുള്ളത്. അത് പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ അങ്ങ് വിചാരിക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ സ്ഥലം പരിശോധിക്കപ്പെടുന്നത്. ആ സ്ഥലം പരിഗണിക്കപ്പെടുന്നത് കേസിനകത്ത്. കേസിൻ്റെതായിട്ടുള്ള വഴിയുണ്ടാകും. അതുകൊണ്ടായിരിക്കുമല്ലോ കോടതി അതിനെ സംബന്ധിച്ച് കമ്മീഷൻ റിപ്പോർട്ട് തേടാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായത്. അത് അവിടെ ഇരിക്കുന്ന പറയുന്ന ആളുകളെ സംബന്ധിച്ചോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോ ആ കേസ് പരിഗണിക്കുന്ന ബഹുമാനപ്പെട്ട അങ്ങനെ വിധിച്ചു. അതുകൊണ്ട് സർക്കാർ ഇങ്ങനെ പോകുന്നു. നമുക്കറിയാമല്ലോ ഇതെല്ലാം ഒരു സംഘപരിവാർ നീക്കമല്ലേ? എന്താണ് താങ്കൾക്ക് അത് ഓൺ ചെയ്യാൻ കഴിയാത്തത്? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിന് ഈ സംഭലിലെയും അജ്മീർ ദർഗയിലെയും ഒക്കെ ഹർജിക്കാരുടെ പക്ഷം പറയാൻ അങ്ങ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങേപ്പോലുള്ള ആളുകൾ തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ പറയരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത്. അത് കൃഷ്ണദാസിന് ഭയമായതുകൊണ്ടല്ല, ഒരു ഭയവും ഇല്ല. അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളുടെ ഫ്ലോറിലാണെങ്കിലും എവിടെ ഇരുന്നാലും പറയാൻ ഒരു ഭയവുമില്ല. അവിടെ കോടതി പരിഗണിച്ച കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങ് പറയുന്നത് പോലെ ഉള്ള നിയമമല്ല അവിടെ പരിഗണിച്ചത് പുരാവസ്തു വകുപ്പ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരാവസ്തു സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിഗണിച്ചത്. അതല്ലേ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഞാൻ വീണ്ടും സൂചിപ്പിച്ചത്. അങ്ങൊരു നിയമം എടുത്തുകൊണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റത് ചെയ്യാൻ കഴിയുമോ എന്ന് എന്നോട് ചോദിച്ചാൽ അതല്ല കോടതി പരിഗണിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഞാൻ ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഒറ്റ കാര്യം. ബഹുമാനപ്പെട്ട പ്രകാശം മാഷ് അയോധ്യയുടെ വിഷയത്തെക്കുറിച്ച് പറയുകയും RSSും BJPയും എല്ലാം ചേർന്നുകൊണ്ട് വലിയ കൊലപാതകങ്ങൾ നടത്തുകയാണ് എന്നാണല്ലോ അങ്ങ് സൂചിപ്പിച്ചത്. ഞാൻ അങ്ങയോട് തിരിച്ചൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പ്രകാശ് മാഷെ. അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണവും ബംഗാളിൽ നിങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ചും ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പുൽക്കൊടിക്ക് നാശമുണ്ടാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ പ്രസ്താവനകൾ ഇറക്കി. അതെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളിലും പ്രക്ഷോഭങ്ങളിലും മരിച്ചിട്ടുള്ളവരുടെ എണ്ണവും ഒക്കെ ആരും മരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. കേരളം അടക്കമുള്ള വിദ്യാസമ്പന്നമായിട്ടുള്ള അങ്ങ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നിങ്ങളടക്കം നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതും കൂടി അങ്ങ് പരിശോധിക്കപ്പെടാതെ ഒരു വലിയ സംഭവം എടുത്ത് ഇത് വലിയ ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ വർഗീയ കൊലപാതകങ്ങൾ വെച്ചു കൊടുക്കാൻ പറ്റുക? അപ്പോൾ ആ വാദം നിലനിൽക്കില്ല. അവർ മറിച്ച് ചോദിക്കുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണമെടുത്താൽ BJPയേക്കാൾ കൂടുതൽ കൊലപാതകങ്ങൾ നടത്തിയത് CPM ആകുമോ കോൺഗ്രസ് ആകുമോ എന്നാണ് ചോദ്യം. ഈ കേരളത്തിൽ ഏറ്റവുമേറെ ആളുകൾ കൊല്ലപ്പെട്ട പാർട്ടി CPM ആണ്. ഞങ്ങളിൽ ഭൂരിപക്ഷം ആളുകളെയും കൊലപ്പെടുത്തിയത് RSSകാരുടെ കത്തിയാണ്. പിന്നെ ഈ വർഗീയ കലാപങ്ങൾ കൊല്ലപ്പെട്ട ആളുകൾ 100-200 ആയിരങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യ വിഭജന കാലത്ത് എത്ര ആയിരങ്ങൾ മരിച്ചു നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യ അതിർത്തി മേഖലകളിൽ? പിന്നെ ഇവിടെ ഏത് നിയമമാണ് പ്രസക്തമെന്നുള്ളത് പ്രശ്നമല്ല. എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന പള്ളിയുടെ അടിയിൽ ക്ഷേത്രമുണ്ട് എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയാണ്? രക്ഷിക്കാനാണ്? ഹിന്ദുവിനെ രക്ഷിക്കാനാണോ? ഈശ്വരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ബുൾഡോസർ രാജ്യം അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. 100,000 വരുന്ന ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസൽമാന്മാരുടെ വീടുകൾ, കെട്ടിടങ്ങൾ, അത് BJPയുടെ ഗവൺമെൻറ് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു. 10 ലക്ഷം പേരെ വഴിയാധാരമാക്കി. അത് പാടില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. ഭരിക്കുന്നത് ഈ പറയുന്ന BJPയുടെ ഗവൺമെന്റ് അല്ലേ? ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട 100,000 പേരുടെ വീടുകൾ നശിപ്പിച്ച പാർട്ടിയാണ് ഈ പറയുന്ന സംഘപരിവാര സംഘം. എന്നിട്ട് അവർ പറയുന്നത് ന്യായത്തെ സുപ്രീം കോടതി പറഞ്ഞല്ലോ. സുപ്രീം കോടതി കൃത്യമായ നിലക്ക് പറഞ്ഞല്ലോ ഇത് അവസാനിപ്പിക്കണം. ഇത് നിയമപരമായിട്ടുള്ള കാര്യമല്ല. ഇത് ഇനി ഇന്ത്യ രാജ്യത്ത് ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ രാജ്യത്ത് BJP കൈകാര്യം ചെയ്യുന്നത് എല്ലാ മേഖലയിലും കാണാം. അവസാനിപ്പിച്ചത് നമ്മുടെ മുൻപിൽ കണ്ടില്ലേ? ഇപ്പോൾ ഇതാ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം പോലും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ സർവേ നടപടികൾ നിർത്തിവെക്കാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും അലഹാബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞിരിക്കുന്നതും. നമ്മുടെ ലോവർ കോടതികൾ പലതും സർക്കാരിന്
ഓശാന പാടുന്ന, സർക്കാരിന് സ്തുതിഗീതം പാടുന്ന ജുഡീഷ്യൽ സംവിധാനങ്ങളായി മാറുന്നുണ്ടോ? ഇപ്പോൾ ആ നീക്കമാണോ പയറ്റിക്കൊണ്ടിരിക്കുന്നത്? ജുഡീഷ്യറിയെയും ASIയെയും ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ ഹർജി നൽകുക, പിന്നെ സർക്കാർ ഇത് ഹർജി വന്നതല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന മട്ടിൽ നിഷ്കളങ്കമായി അഭിനയിക്കുക. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അരുൺ, എൻ്റെ അറിവിൽ നമ്മളൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു അറിവിൽ, അത് തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബുൾഡോസർ രാജ് ഏത് കാലഘട്ടത്തിലായിരുന്നു? ശ്രീമാൻ അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ബുൾഡോസർ കൊണ്ടുവന്ന് നോട്ടീസ് പോലും കൊടുക്കാതെ കെട്ടിടങ്ങൾ പൊളിക്കുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും കുറ്റവാളികളുടെ വീടാണോ അത് പൊളിച്ചു കളഞ്ഞത്? ചട്ടവിരുദ്ധമായി കയ്യേറിയ കെട്ടിടങ്ങളല്ലേ? അങ്ങ് ബുൾഡോസർ രാജിലെയും കാലത്ത് ചട്ടവിരുദ്ധമായിട്ട്, പ്രകൃതി വിരുദ്ധമായിട്ട് കയ്യേറിയ സ്ഥലങ്ങൾ പൊളിച്ചു കളയുന്നതിനെയും എങ്ങനെ താരതമ്യം ചെയ്യും കൃഷ്ണദാസ്? അരുൺ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചട്ടവിരുദ്ധമായി ആ സ്ഥലങ്ങളിലുമുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടപടികൾ നടന്നത്. എന്തിനാണ് ബുൾഡോസർ രാജ് പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത്? എന്തിനാണ് ബുൾഡോസർ രാജ് പാടില്ല? ബുൾഡോസർ രാജ് അത് കേരള ഹൈക്കോടതി അത് തന്നെയാണ് പറഞ്ഞത്. ബുൾഡോസർ രാജ് പാടില്ല എന്ന് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ നിങ്ങൾ ഭീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതാ ഒരു വിഭാഗവും ഇല്ല. നോട്ടീസ് കൊടുക്കാതെ, എതിർപക്ഷത്തെ കേൾക്കാതെ, ഒരു ക്രിമിനൽ കേസിൽപ്പെട്ടയാളുടെ വീട് എന്തിനാണ് ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുന്നത്? ക്രിമിനൽ കേസിൽപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ വീട് കേരളത്തിൽ JCB വെച്ച് ഇടിച്ചു തകർത്തിട്ടുണ്ടോ? പിന്നെ എന്താ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കണ്ടത്? ഞാൻ സൂചിപ്പിച്ചത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളുടെ വീട് കേരളത്തിൽ VS അച്യുതാനന്ദന്റെ കാലത്ത് JCB ഉപയോഗിച്ച് ഇടിച്ച് തകർത്ത ഒരൊറ്റ കേസ് പറയൂ. അല്ലാതെ എവിടെയാണ് നടന്നിട്ടുള്ളത്? ഉത്തർപ്രദേശിൽ എന്താ നടന്നത്? ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്ന ഒരു മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടയാളാണെങ്കിൽ അയാളുടെ വീട് ഇടിച്ചു നിരത്തുന്നതല്ലേ നമ്മൾ കണ്ടത്? എന്താണ് വൃന്ദാക്കാരാട്ടിന് പോയി കൈ ഉയർത്തി നിൽക്കേണ്ടി വന്നത്? അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത്? വൃന്ദാക്കാരാട്ട് കൈ ഉയർത്തിയ വിഷയത്തെ സംബന്ധിച്ചാണ് അങ്ങ് പറയുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി പോയപ്പോൾ എന്തായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്? തെറ്റായിട്ട് കെട്ടിടങ്ങൾ പണിതാൽ, അതായത് ചട്ടവിരുദ്ധമായി കെട്ടിടങ്ങൾ പണിതാൽ കെട്ടിടങ്ങൾ നിലനിർത്തിക്കോളാൻ പറഞ്ഞോ? ചട്ടവിരുദ്ധമായി പണിത കെട്ടിടങ്ങൾ നിലനിർത്തിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ചട്ടവിരുദ്ധമായിട്ട് കയ്യേറിയതിനല്ല ഉത്തർപ്രദേശിൽ ഈ ബുൾഡോസർ രാജ് എന്ന പ്രയോഗം വന്നത്. സുപ്രീം കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിയതും അതല്ല. ബുൾഡോസർ വെച്ച് പൊളിക്കാൻ ഒരു ഭരണാധികാരിയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് നല്ല വൃത്തിയാവണ്ണമാണ് സുപ്രീം കോടതി പറഞ്ഞത്. ശ്രീ കൃഷ്ണദാസ്, അങ്ങ് വിധി വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ അതുകൊണ്ട് അവിടേക്ക് അധികം നിൽക്കുന്നില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഇങ്ങനെ കുഴിച്ചു പോകുന്നത് ആരെ സംരക്ഷിക്കാനാണ്? ദൈവത്തെ സംരക്ഷിക്കാനാണോ? ഹിന്ദുമതത്തെ സംരക്ഷിക്കാനാണോ? ഇവിടുത്തെ പൗരന്മാരെ സംരക്ഷിക്കാനാണോ? അതല്ല അധികാരം ഉറപ്പിക്കാനാണോ? എവിടെയാ കുഴിച്ചു പോകുന്നത്? ഒരു കേസ് വരുന്നു, ആ കേസിനെ സംബന്ധിച്ച് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു, ആ സ്ഥലം പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. ആ സ്ഥലം പരിശോധിക്കാൻ ആവശ്യപ്പെട്ട് കമ്മീഷൻ വരുമ്പോൾ അവിടെ ആദ്യത്തെ ദിവസം പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ ദിവസം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ സംഘടിക്കുന്നു, അവിടെ ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു. അതൊരു വലിയ കലാപത്തിലേക്കും തർക്കത്തിലേക്കും അക്രമത്തിലേക്കും എല്ലാം തിരിയുന്നു. ആ സാഹചര്യം രണ്ടാണ്. മുന്നോട്ട് തന്നെ പോകും. കാശി മധുര ബാക്കി സർക്കാരല്ലല്ലോ അതിൽ അല്ല സർക്കാരല്ലല്ലോ, അതിൽ ആരാണോ കേസ് കൊടുത്തിട്ടുള്ളത് ആ കേസ് രാഹുൽ ഗാന്ധി ഇനി എന്താണ് മുന്നിലുള്ള വഴി? ഇതിലൊറ്റ കാര്യമേ ഉള്ളൂ. മനുഷ്യ മനസ്സിൽ വളരെ ആഴത്തിൽ വേരോട്ടമുള്ള ഒന്നാണ് മതവും ദൈവവും ഒക്കെ. അതിനുപയോഗിച്ചുകൊണ്ട് അധികാര കസേര കൈക്കലാക്കാൻ എന്ത് വൃത്തികേടുകൾ നടത്തുക, അതാണ് ലോകത്ത് എവിടെയും നടന്നിട്ടുള്ള. ചർച്ചയിൽ ചേർന്നതിന് നാളെ സംഭലിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോകുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംഭലിൽ തടയും എന്നതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. Debate with Dr. Arun Kumar.